എല്ലാ അറ്റംപ്റ്റ് കഴിഞ്ഞാൽ കോമൺലി വന്നുകൊണ്ടിരിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് സാറേ ഞാൻ സിംഗിൾ ഗ്രൂപ്പ് എഴുതണോ ബോത്ത് ഗ്രൂപ്പ് എഴുതണോ എന്നുള്ളത്. ആൻഡ് ഓണസ്റ്റ്ലി ആ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യന് നമുക്കൊരു സിംഗിൾ ഒരു വൺ സ്റ്റോപ്പ് സൊല്യൂഷൻ എന്നുള്ള രീതിയിലൊരു ആൻസർ അവൈലബിൾ അല്ല. വെർബൈ ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് എല്ലാവരോടും കോമൺ ആയിട്ട് ഇങ്ങനെ ചെയ്തോളൂ എന്ന് പറയാൻ പറ്റിയൊരു ഓപ്ഷൻ അവൈലബിളും അല്ല. ബിക്കോസ് ഐ ഹാവ് സീൻ സ്റ്റുഡൻസ് അത്യാവശ്യം ബ്രില്യൻ്റ്ലി ബോത്ത് ഗ്രൂപ്പ് എഴുതി ക്ലിയർ ചെയ്ത സ്റ്റുഡൻസ് ഉണ്ട്. ഐ ഹാവ് ഓൾസോ സീൻ സ്റ്റുഡൻസ് ബോത്ത് ഗ്രൂപ്പ് എഴുതിയിട്ട് ഫെയിലായ ആൾക്കാരുണ്ട്. ബിക്കോസ് അത് അവർ കപ്പാസിറ്റിനേക്കാൾ കൂടുതലായിരുന്നു അത്. ആൻഡ് ദർ ആർ ഈവൻ സ്റ്റുഡൻസ് കംഫർട്ടബിളി ഒരു ഗ്രൂപ്പ് എഴുതി പാസ്സായി, ആ പാസ് എന്നുള്ള റിസൾട്ട് കണ്ടിട്ട് അത് കാരണം മോട്ടിവേറ്റഡ് ആയിട്ട് തൊട്ടടുത്ത അറ്റംപ്റ്റിൽ അടുത്ത ഗ്രൂപ്പ് എഴുതി ക്ലിയർ ചെയ്ത കേസസും ഉണ്ട്. സോ ബൈ ദി എൻഡ് ഓഫ് ദിസ് വീഡിയോ ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യണം എന്ന് പറഞ്ഞുതരാനല്ല എൻ്റെ ഉദ്ദേശം. മൈ ഇൻറ്റൻഷൻ ഇസ് ബൈ ദി എൻഡ് ഓഫ് ദിസ് നിങ്ങൾക്ക് സ്വയം ഒരു തീരുമാനത്തിലെത്താൻ പറ്റും. ആ പ്രോസസ്സിനെ ഗൈഡ് ചെയ്യുക എന്നുള്ളതാണ് മൈ intention. First, be honest with yourself. Before we decide single group വേണോ both group വേണോ, ask yourself this question. നിങ്ങൾ എത്ര സിലബസ് കംപ്ലീറ്റ് ചെയ്തു എന്നുള്ളത്. ഐ എം നോട്ട് ആസ്കിങ് നിങ്ങൾ എത്ര ക്ലാസ് അറ്റൻഡ് ചെയ്തു അല്ലെങ്കിൽ നിങ്ങൾ എത്ര വായിച്ചു എന്നൊന്നുമല്ല ഞാൻ ചോദിക്കുന്നത്. നിങ്ങൾക്ക് കോൺഫിഡൻ്റ്ലി നിങ്ങൾ എത്ര സിലബസ് കംപ്ലീറ്റ് ചെയ്തു, റിവിഷൻ കംപ്ലീറ്റ് ആയി, വെർബൈ നിങ്ങൾക്ക് കോൺഫിഡൻ്റ്ലി എക്സാം അപ്പിയർ ചെയ്യാൻ പറ്റും. ബിക്കോസ് സിംഗിൾ ഗ്രൂപ്പ് വേണോ ബോത്ത് ഗ്രൂപ്പ് വേണോ എന്നുള്ള ഡിസിഷൻ ഷുഡ് ബി കംപ്ലീറ്റ്ലി ഡിപ്പെൻഡൻറ്റ് അപ്പോൺ നിങ്ങളെ കറൻറ്റ് ലെവൽ ഓഫ് പ്രിപ്പറേഷൻ, നോട്ട് ഡിപ്പെൻഡൻറ്റ് അപ്പോൺ നിങ്ങളെ ഫ്രണ്ട്സ് എന്താ ചെയ്യണം. നൗ ലെറ്റ്സ് ഡു എ സിമ്പിൾ മാത്സ്. ഓക്കെ, ഇനിയുള്ള റിമൈനിങ് ഡേയ്സ് അപ്രോക്സിമേറ്റ്ലി 45 days. ഒരു ദിവസം നമുക്ക് എത്ര മണിക്കൂർ വെച്ചിട്ട് പഠിക്കാൻ പറ്റും? ഓരോരുത്തർക്ക് ഡിഫറെൻ്റ് ആയിരിക്കും. ഡു ദിസ് മാത്ത്. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ലെറ്റ്സ് ടേക്ക് ഒരു 10 മണിക്കൂർ പഠിക്കാൻ പറ്റും. സോ വി ഹാവ് 45 days ഇൻറ്റു 10 hours 450 hours. 450 hours നിങ്ങൾ ബോത്ത് ഗ്രൂപ്പിന് വേണ്ടി സ്പ്ലിറ്റ് ചെയ്യുകയാണെങ്കിൽ വി ഗോ വിത്ത് 450 ഡിവൈഡഡ് ബൈ 6, 75 മണിക്കൂർ കിട്ടും നമുക്ക് പെർ സബ്ജക്റ്റ്. ഇതേ സംഭവം നിങ്ങൾ സിംഗിൾ ഗ്രൂപ്പിലേക്ക് ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ യു വിൽ ഗെറ്റ് 150 hours പെർ സബ്ജക്റ്റ്. നൗ ഡു ദ പ്രോപ്പർ കാൽക്കുലേഷൻ. നിങ്ങൾ ഇപ്പോൾ എവിടെ എത്തി നിൽക്കുന്നുണ്ട്, നിങ്ങൾക്ക് എത്ര ടൈം വേണ്ടി ഒരു സബ്ജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ. 150 hours എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ലൈക്ക് മോർ ദാൻ സഫീഷ്യൻറ്റ് അതിൻ്റെ തറോ ആയിട്ടുള്ള സ്റ്റഡീസ് കംപ്ലീറ്റ് ചെയ്യാനോ അതിൻ്റെ റിവിഷനും അതിൻ്റെ ക്വസ്റ്റ്യൻ പ്രാക്ടീസും നിങ്ങൾ ഏതൊക്കെ ഏരിയാസിലാണ് വീക്ക് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനും ഇതെല്ലാം സോർട്ട് ഔട്ട് ചെയ്ത് കോൺഫിഡൻ്റ്ലി എക്സാം ഹാളിൽ പോകാൻ മാത്രം സഫീഷ്യൻറ്റ് ടൈം ഉണ്ട് 150 hours. നേരെ മറിച്ച് 75 hours എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് വുഡ് ബി കുറച്ച് നമ്മൾ അഗെയിൻ സബ്ജക്റ്റീവാണ് ഡിപ്പെൻഡിങ് അപ്പോൾ നിങ്ങൾ കറൻറ്റ് പ്രിപ്പറേഷൻ ലെവൽ. ചിലപ്പോൾ കുറച്ച് ക്രാംപ്ഡായിരിക്കും. നൗ ഏറെക്കുറെ ഞാൻ ഏതിലേക്കാണ് ലീൻ ചെയ്യുന്നത് എന്നുള്ളത് ഇപ്പോൾ നിങ്ങൾക്ക് ചെറിയൊരു പിക്ചറെങ്കിലും കിട്ടിയിട്ടുണ്ടാവും. ഐ വുഡ് സജസ്റ്റ് ഫോർ ദി മെജോറിറ്റി ഓഫ് സ്റ്റുഡൻസ് സിംഗിൾ ഗ്രൂപ്പ് ഫോക്കസ് ചെയ്യുക എന്നുള്ളത്. വെയിറ്റ് അൺടിൽ ഐ കംപ്ലീറ്റ് എവറിത്തിങ്. വൈ സിംഗിൾ ഗ്രൂപ്പ്? എനിക്ക് വന്ന ഒരുപാട് മാർക്ക് ലിസ്റ്റിൽ ബോത്ത് ഗ്രൂപ്പ് എഴുതിയ സ്റ്റുഡൻസിൻ്റെ മാർക്ക് ലിസ്റ്റിൽ മാർക്സ് ആർ റേഞ്ചിങ് ബിറ്റ്വീൻ 30s. ഓരോ സബ്ജക്റ്റിൽ 30 ആവറേജിലാണ് നിൽക്കുന്നത്. നൗ ഡോണ്ട് കൺഫ്യൂസ് യുവർ സെൽഫ്. നമുക്കൊരു സബ്ജക്റ്റ് ക്ലിയർ ചെയ്യാൻ 40 അല്ല വേണ്ടത്, നമുക്ക് 50 കിട്ടണം അഗ്രിഗേറ്റ്. എന്നാലേ നമ്മൾ ആ സബ്ജക്റ്റ് ആ കോഴ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നുള്ളൂ. നൗ 6 സബ്ജക്റ്റിലും ഒരു ആവറേജ് ഓരോ സബ്ജക്റ്റിൽ 30 നിൽക്കുന്നത് നമുക്കത് ഇൻക്രീസ് ചെയ്ത് 50ലേക്ക് എത്തിക്കുക എന്നുള്ള സ്ട്രഗിൾ ആസ് കമ്പയർഡ് ടു ഒരു ഗ്രൂപ്പിൽ ഫോക്കസ് ചെയ്തിട്ട് അത് ക്ലിയർ ചെയ്യുക എന്നുള്ളത് രണ്ട് സ്ട്രഗിളും കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. പ്ലസ് നമുക്കിപ്പോൾ ന്യൂ സിലബസ് വന്നതിന് ശേഷം നമുക്കൊരു വർഷത്തിൽ 3 അറ്റംപ്റ്റ് ഉണ്ട്. സോ ഇഫ് ലൈക്ക് ഫ്രം എ സ്റ്റുഡൻസ് പെർസ്പെക്റ്റീവ് നിങ്ങൾ സെപ്റ്റംബറിലേക്ക് നിങ്ങൾ സിംഗിൾ ഗ്രൂപ്പ് ഫോക്കസ് ചെയ്ത് പോവുകയാണ്, യു നോ യുവർ സെൽഫ് ഡീപ്പ് ഇൻസൈഡ് നിങ്ങൾക്ക് ഇനിയൊരു സെക്കൻഡ് ഗ്രൂപ്പ് അവിടെ പെൻഡിങ് കിടക്കുന്നുണ്ട്. എക്സാംസ് കഴിഞ്ഞാൽ ഉടനെ മേ ബി ഒരു 1 week ബ്രേക്ക് എല്ലാം എടുത്ത് കഴിഞ്ഞിട്ട് യു ക്യാൻ സ്റ്റാർട്ട് പ്രിപ്പറേഷൻ ഫോർ യുവർ സെക്കൻഡ് ഗ്രൂപ്പ്. മറ്റേത് ആസ് കമ്പയർ ടു ബോത്ത് ഗ്രൂപ്പ് എഴുതുന്ന ഒരു സ്റ്റുഡൻറ്റിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂന്ന് ബോത്ത് ഗ്രൂപ്പും എഴുതി റിസൾട്ട് വരാതെ നമുക്ക് യാതൊരു സ്റ്റഡീസിനെ പറ്റി ചിന്തിക്കാനേ പറ്റൂല. വി ആർ ലൈക്ക് ചിലപ്പോൾ നമുക്ക് തോന്നുന്നു ചെയ്ത് കിട്ടൂല, എന്നാൽ പഠിക്കാനിരിക്കാമെന്ന് തോന്നുമ്പോൾ നമ്മൾ മൈൻഡ് പറയും ചെയ്യും റിസൾട്ട് ഒന്ന് വന്നോട്ട് എന്നിട്ട് തീരുമാനിക്കാം, മറ്റേത് പഠിക്കണത് വേസ്റ്റ് ആയാലോ എന്നുള്ളതൊക്കെ. ആൻഡ് ബൈ ദ ടൈം റിസൾട്ട് വന്നു കഴിഞ്ഞാൽ അടുത്ത അറ്റംപ്റ്റിലേക്ക് വളരെ കുറച്ച് ടൈം നമുക്കുള്ളൂ. സോ വെൻ യു റൈറ്റ് സിംഗിൾ ഗ്രൂപ്പ് കോൺഫിഡൻ്റ്ലി ആൻഡ് ഫസ്റ്റ് ഓഫ് ഓൾ അങ്ങനെ സിംഗിൾ ഗ്രൂപ്പ് ഫോക്കസ് ചെയ്ത് പോകുമ്പോൾ പിന്നെ അതിൽ യാതൊരു കോംപ്രമൈസും പാടില്ല കേട്ടോ. ഇറ്റ് ഇസ് നോട്ട് ലൈക്ക് ഞാൻ ഇതുവരെ പഠിച്ച പോലെ തന്നെ ടോപ്പിക്സ് എല്ലാം സ്കിപ്പ് ചെയ്ത് കംഫർട്ടബിൾ എനിക്കിഷ്ടമുള്ള ഏരിയാസ് മാത്രം ഫോക്കസ് ചെയ്ത് അങ്ങനെയല്ല. വിത്തൗട്ട് എനി കോംപ്രമൈസ് അത്യാവശ്യം ഡെപ്തിൽ തന്നെ എല്ലാ ടോപ്പിക്സും. ഇഫ് യു ഫീൽ യു ആർ വീക്ക് ഇൻ സം ഏരിയാസ് സീക്ക് ഹെൽപ്പ്. ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഫാക്കൽറ്റിൻ്റെ അടുത്ത് സീക്ക് ഹെൽപ്പ്.
എക്സാം പോയി എഴുതുക. ആൻഡ് റിസൾട്ട് വന്നു കഴിഞ്ഞാൽ തന്നെ വെൻ വി നോ ദാറ്റ് നമ്മൾ ആ ഗ്രൂപ്പ് ക്ലിയർ ആയി എന്ന് അറിയുമ്പോൾ ഇറ്റ്സ് ലൈക്ക് ഇൻ്റർമീഡിയറ്റിൻ്റെ ഹാഫ് ക്ലിയർ ചെയ്തു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു റിലീഫ് ഉണ്ട്. ആൻഡ് പലപ്പോഴും ഞാൻ കണ്ടിട്ടുള്ള മെജോറിറ്റി സ്റ്റുഡൻസും പിന്നെ തൊട്ടടുത്ത ഗ്രൂപ്പ് ക്ലിയർ ചെയ്യാൻ ഒരുപാട് എഫേർട്സ് ഇടാറില്ല, ഒരുപാട് സ്ട്രഗിൾ ചെയ്യാറില്ല. അറ്റ്ലീസ്റ്റ് ടോക്കിംഗ് അബൌട്ട് ന്യൂ സിലബസ് ഇറ്റ്സെൽഫ് അവിടെ അഡ്രസ്സ് ചെയ്യേണ്ട രണ്ടാമത്തെ ഒരു ഏരിയയാണ് എക്സാംസിൻ്റെ പാറ്റേണിൽ വന്ന ചേഞ്ചസ്. ദേ ആർ ലൈക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇസ് ലൈക്ക് തീരെ നമ്മൾ പണ്ടൊന്നും ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കാത്ത ഏരിയാസ് ഇപ്പോൾ ക്വസ്റ്റ്യൻസ് ചോദിച്ച് തുടങ്ങിയിട്ടുണ്ട്. അത്യാവശ്യം കേസ് സ്റ്റഡി ക്വസ്റ്റ്യൻസിൻ്റെ സ്റ്റാൻഡേർഡ് കൂട്ടി തുടങ്ങിയിട്ടുണ്ട്. ഞാനത് പാനിക്കാക്കാൻ വേണ്ടി പറയുന്നതല്ല. ഈവൻ ഇഫ് അങ്ങനത്തെ ക്വസ്റ്റ്യൻസിൻ്റെ പെർസെൻറ്റേജ് കമ്പാരിറ്റീവ്ലി കുറവാണെങ്കിൽ പോലും അങ്ങനെ ചോദിച്ച് തുടങ്ങിയിട്ടുണ്ട്. സോ പെർഹാപ്സ് ഇറ്റ് വുഡ് ബി എ ഗുഡ് ഐഡിയ റാദർ ദാൻ റഷിങ് അപ്പ് ബോത്ത് ഗ്രൂപ്പ് ചെയ്ത് റഷപ്പ് ചെയ്യാതെ ബി കംഫർട്ടബിൾ ആൻഡ് ക്ലിയർ ഒറ്റ ഗ്രൂപ്പ്. ഈവൻ ദോ ഞാനതൊക്കെ പറയുന്നുണ്ടെങ്കിലും ഡീപ്പ് ഇൻസൈഡ് ഐ വിഷ് നിങ്ങൾ ബോത്ത് ഗ്രൂപ്പ് ക്ലിയർ ചെയ്യണം എന്നുള്ളത് തന്നെയാണ്. ബിക്കോസ് എൻ്റെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജി ഇപ്പോൾ ഞാൻ CAയുടെ 3 സ്റ്റേജും കംപ്ലീറ്റ് ചെയ്തത് ഫസ്റ്റ് അറ്റംപ്റ്റിലായിരുന്നു. ആൻഡ് ഇൻ്റർമീഡിയറ്റും ഫൈനലും എല്ലാം ബോത്ത് ഗ്രൂപ്പ് ആണ് അറ്റൻഡ് ചെയ്തിട്ടുള്ളത്. ബിക്കോസ് എന്നോട് എൻ്റെ ഫാക്കൽറ്റികൾ പറഞ്ഞിട്ടുള്ളത് അവിടെ ഒരു സെക്കൻഡ് തോട്ടേ വേണ്ട, ഇൻസ്റ്റിറ്റ്യൂട്ട് നമുക്കൊരു ചോയ്സേ തന്നിട്ടില്ല എന്ന രീതിയിൽ ട്രീറ്റ് ചെയ്യുക. ഇൻ്റർമീഡിയറ്റിൽ 8 പേപ്പർ ഉണ്ടായിരുന്നു, ഫൈനൽ 8 പേപ്പർ ഉണ്ടായിരുന്നു. സോ വി ആർ ലൈക്ക് 8 പേപ്പർ എഴുതണം. ഡോണ്ട് തിങ്ക് ദാറ്റ് യു ഹാവ് എൻ ഓപ്ഷൻ സിംഗിൾ ഗ്രൂപ്പ് ബോത്ത് ഗ്രൂപ്പ് എന്നുള്ള രീതിയിൽ ഐ ടുക്ക് ദാറ്റ് അഡ്വൈസ്. പലപ്പോഴും ഐ ഡൗട്ടഡ് മൈസെൽഫ് എനിക്കിത് ക്ലിയർ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. ബട്ട് സ്റ്റിൽ ഐ വെൻറ്റ് ഓൺ വിത്ത് ബോത്ത് ഗ്രൂപ്പ്സ് ഡ്യൂ ടു ലോട്ട് ഓഫ് റീസൺസ്. നമുക്ക് ബോത്ത് ഗ്രൂപ്പ്സിൻ്റെ ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. വേർബൈ നമുക്ക് ഓവർലാപ്പിംഗ് ടോപ്പിക്സ് ഉണ്ടാവും സബ്ജക്ട്സിൽ. നമുക്ക് ചിലപ്പോൾ ലോയിൽ പഠിക്കുന്ന ടോപ്പിക്കിൻ്റെ കോൺസെപ്റ്റ്സ് നമുക്ക് ചിലപ്പോൾ ഓഡിറ്റിങ്ങിൽ ഹെൽപ്ഫുൾ ആവും, അങ്ങനെ ഒരുപാട്. ആൻഡ് സെക്കൻഡ് ഏരിയ നമുക്ക് അഗ്രിഗേറ്റിൻ്റെ ബെനിഫിറ്റ്സ്, ക്യാരി ഫോർവേഡിൻ്റെ ബെനിഫിറ്റ്സ് എല്ലാം നമുക്ക് ബോത്ത് ഗ്രൂപ്പ് എഴുതുമ്പോൾ കിട്ടാറുണ്ട്. യെസ് ദാറ്റ് ഇസ് ദെയർ, പക്ഷേ ദാറ്റ് ഡസൻ മീൻ ഇറ്റ് ഇസ് അഡ്വൈസബിൾ ഫോർ എവ്രി വൺ. സോ ആർക്കായിരിക്കും ബോത്ത് ഗ്രൂപ്പ് ഒരു പക്ഷേ ഹെൽപ്ഫുൾ ആവുക? ഇഫ് നിങ്ങൾ തൊട്ട് മുന്നത്തെ അറ്റംപ്റ്റിൽ എഴുതിയിട്ട് യു ലോസ്റ്റ് ഫോർ അഗ്രിഗേറ്റ്, അത്യാവശ്യം എല്ലാ സബ്ജക്റ്റിലും നല്ല മാർക്സ് ഉണ്ട്. ഓർ യു ആർ ലൈക്ക് നിങ്ങൾ സിംഗിൾ ഗ്രൂപ്പ് എഴുതിയിരുന്നു കഴിഞ്ഞ അറ്റംപ്റ്റിൽ, ഡ്യൂ ടു സം റീസൺസ് നിങ്ങൾക്കത് ക്ലിയർ ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ റിസൾട്ട് വരുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ സെക്കൻഡ് ഗ്രൂപ്പിൻ്റെ പ്രിപ്പറേഷൻസൊക്കെ അത്യാവശ്യം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അത്യാവശ്യം എല്ലാ സബ്ജക്ട്സും നല്ല രീതിയിൽ വൃത്തിക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈവൻ ഇഫ് എല്ലാ സബ്ജക്ട്സ് അല്ലെങ്കിലും അത്യാവശ്യം ഒരു 5 സബ്ജക്റ്റെങ്കിലും അത്യാവശ്യം കുറച്ച് കുഴപ്പമില്ലാത്ത രീതിയിൽ വൃത്തിക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു സബ്ജക്റ്റേ കുറച്ച് പോർഷൻസൊക്കെ പെൻഡിങ് ഉള്ളൂ. എല്ലാ സബ്ജക്ട്സിനും നിങ്ങൾക്ക് റിവൈസ് ചെയ്യാനുള്ള ടൈമും നിങ്ങളുടെ കയ്യിലുണ്ട് എങ്കിൽ യു ക്യാൻ തിങ്ക് അബൌട്ട് ബോത്ത് ഗ്രൂപ്പ്സ്. ഏത് ഗ്രൂപ്പ് പിക്ക് ചെയ്യണം? ഐ ഹാവ് സീൻ മെസ്സേജസ് വേർ സ്റ്റുഡൻസ് 3-4 അറ്റംപ്റ്റൊക്കെ ഫസ്റ്റ് ഗ്രൂപ്പ് എഴുതിയിട്ട് ക്ലിയർ ചെയ്യാതെ ദേ ആർ ലൈക്ക് ഇനിയിപ്പോൾ സെക്കൻഡ് ഗ്രൂപ്പിലേക്ക് പോയാലോ എന്നുള്ളത്. ആ തോട്ട് ജെന്വിൻ ആണ്. യു മൈറ്റ് ഹാവ് ഫീൽ മെൻ്റലി എക്സോസ്റ്റഡ് ആയിട്ടുണ്ടാവും, ഫസ്റ്റ് ഗ്രൂപ്പിലെ സബ്ജക്ട്സ് കണ്ട് വെറുത്തിട്ടുണ്ടാവും. ഡീപ്പ് ഇൻസൈഡ് ബിഫോർ യു മേക്ക് എ ചോയ്സ്, മേക്ക് എ ഡിസിഷൻ, ഡീപ്പ് ഇൻസൈഡ് ആസ്ക് യുവർ സെൽഫ്, നിങ്ങൾ ആ ഗ്രൂപ്പിലെ സബ്ജക്ട്സിന് കൊടുക്കേണ്ട അതിൻ്റെ ഡ്യൂ റെസ്പെക്റ്റ്, അതിൻ്റെ ഡ്യൂ എഫേർട്സ് കൊടുത്തിട്ടുണ്ടോ എന്നുള്ളത്. ഇഫ് യു ആർ ലൈക്ക് നിങ്ങൾ ഇത്രയും അറ്റംപ്റ്റ് എടുത്തിട്ട് പഠിച്ചത് സെയിം പാറ്റേണിൽ തന്നെ പഠിച്ചു പോയത്, അല്ലെങ്കിൽ വരുത്തിയ മിസ്റ്റേക്സ് തന്നെ കഴിഞ്ഞ വട്ടം സ്കിപ്പ് ചെയ്ത് അതേ ക്വസ്റ്റ്യൻസ് ഇപ്രാവശ്യം ടോപ്പിക്സ് ഇപ്രാവശ്യം സ്കിപ്പ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്തിട്ടില്ല, റിവിഷൻ വീക്കായിരുന്നു, അങ്ങനെയാണെങ്കിൽ ഐ ഹാവ് ഡൺ വേരിയസ് വീഡിയോസ് വേർ ബൈ നിങ്ങൾ എന്തൊക്കെയാണ് എക്സാംസിന് അപ്രോച്ച് ചെയ്യുമ്പോൾ ഓരോ സബ്ജക്ട്സ് എങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഓൾറെഡി ഞാൻ കുറേ ഷെയർ ചെയ്തിട്ടുള്ളതാണ്. ഐ വുഡ് സജസ്റ്റ് ആ വീക്ക്നെസ് എല്ലാം ഓവർകം ചെയ്തിട്ട് ഗോ ഫോർ ദറ്റ് സെയിം ഗ്രൂപ്പ് ഇറ്റ് സെൽഫ്. ഇഫ് നിങ്ങളിൽ കുറച്ചെങ്കിലും എനർജി അല്ലെങ്കിൽ കുറച്ചെങ്കിലും ആ സബ്ജക്ട്സ് വീണ്ടും കാണാനുള്ള ഒരു ടോളറൻസ് ലെവൽ ഉണ്ടെങ്കിൽ, ബിക്കോസ് നിങ്ങൾ മൈൻഡിനത് കോമൺ ആണ്. ഇറ്റ്സ് നോട്ട് ആസ് കമ്പയർ ടു കംപ്ലീറ്റ്ലി പുതിയൊരു സബ്ജക്ട്സ് പഠിച്ച് ഫെമിലിയർ ആവുന്നേക്കാളും. ബിക്കോസ് ലൈക്ക് ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ പോലെ തന്നെ കേട്ടോ, രണ്ടിനും അതിൻ്റേതായ ബെനിഫിറ്റ്സും ഡ്രോബാക്സും ഉണ്ട്. നിങ്ങളിപ്പോൾ ഓൾ ടുഗദർ പുതിയൊരു ഗ്രൂപ്പ് ഫോക്കസ് ചെയ്ത് അങ്ങനെ പോയി, മറ്റേത് അവിടെ മറന്നുപോയി, പിന്നെ മറ്റേതിനും വീണ്ടും സെയിം എഫേർട്ട് ഇടുക എന്നുള്ളതും. പക്ഷേ ലൈക്ക് ഐ സൈഡ്, ഇഫ് യു ആർ കംപ്ലീറ്റ്ലി ഇനി ഒരു നിലക്കോ അതിലെ സബ്ജക്ട്സ് ഇനി കാണാൻ പറ്റൂല, ഒരു ബ്രേക്ക് വേണം, പുതിയൊരു ഗ്രൂപ്പ് വേണം, ഇൻ ദാറ്റ് കേസ് യു ക്യാൻ ഗോ ഫോർ ദി അതർ ഗ്രൂപ്പ്. സോ മൈ ഫൈനൽ അഡ്വൈസ് വുഡ് ബി, അറ്റ്ലീസ്റ്റ് എനിക്ക് വന്ന മെജോറിറ്റി ഓഫ് മെസ്സേജസിൻ്റെ ബേസിസിൽ, ഓർ അറ്റ്ലീസ്റ്റ് എനിക്ക് ഇത്രയും വർഷത്തെ ടീച്ചിങ് എക്സ്പീരിയൻസിൻ്റെ ബേസിസിൽ, ഐ വുഡ് സേ ഗോ സേഫ്ലി ഫോർ എ സിംഗിൾ ഗ്രൂപ്പ്. ആൻഡ് ലൈക്ക് ഐ സൈഡ്, ഇതൊരു ജനറൽ അഡ്വൈസാണ്. നമ്മളിങ്ങനത്തെ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഷെയർ ചെയ്യുമ്പോൾ ഓരോ സ്റ്റുഡൻസിൻ്റെ കേസ് ഡിഫറെൻ്റ് ആയേക്കാം. യു മേ ലീവ് മി എ മെസ്സേജ്. ഞാൻ നിങ്ങളെ സിറ്റുവേഷൻ അനുസരിച്ച് അല്ലെങ്കിൽ നിങ്ങളെ അപ്പോഴത്തെ റെസ്പെക്റ്റീവ് കൺസേൺ എന്താണെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ചുള്ള ആപ്റ്റ് അഡ്വൈസ് എൻ്റെ സൈഡിൽ നിന്ന് ഞാൻ പ്രൊവൈഡ് ചെയ്യാൻ നോക്കാം. ആൻഡ് ഇഫ് യു ആർ നോട്ട് അവെയർ, നമ്മൾ ലോൻ്റെ ഒരു ഫ്രീ ഡൗട്ട് ക്ലിയറിംഗ് കമ്മ്യൂണിറ്റി ഉണ്ട്, വേർ ബൈ റെഗുലർ ബേസിസിൽ നമ്മൾ ലോയുമായി ബന്ധപ്പെട്ട ഡൗട്ട്സിൻ്റെ ഡിസ്കഷൻ അവിടെ ചെയ്ത് പോകുന്നുണ്ട്. എൻ്റെ വാട്സപ്പിൻ്റെ ചാനലുണ്ട്, വേർ ബൈ നമ്മൾ കോഴ്സും നമ്മളെ ഇൻഡസ്ട്രിയിലും റെഗുലർ ബേസിസിൽ വന്നുകൊണ്ടിരിക്കുന്ന അപ്ഡേറ്റ്സ് ഞാൻ അവിടെ ഷെയർ ചെയ്ത് പോകുന്നുണ്ട്.
യൂട്യൂബിലൊക്കെ നമ്മൾ വി ഹാവ് ഓൾറെഡി പോസ്റ്റഡ് സെപ്റ്റംബർ അറ്റംപ്റ്റിലേക്കുള്ള അമെൻമെൻറ്റ്. ദ വാസ് ജസ്റ്റ് എ സ്മോൾ അമെൻമെൻറ്റ്, സ്മോൾ കമ്പനി, അത് നമ്മൾ ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ട് അവിടെ. ബാക്കി ദ വുഡ് ബി ഫർദർ ടോപ്പിക്സ് കമ്മിങ് അപ്പ്, RTP, ക്വസ്റ്റ്യൻ ഡിസ്കഷൻ കാര്യങ്ങളൊക്കെ. ഡിസിഷൻ എടുക്കുമ്പോൾ ജസ്റ്റ് മേക്ക് ഷുവർ നിങ്ങൾ ഒരു പെട്ടെന്നുള്ളൊരു റിയാക്ഷൻ്റെ ബേസിസിൽ ഡിസിഷൻ എടുക്കുകയാണ്. ഒരുപാടായി ഇപ്പോൾ അറ്റംപ്റ്റ്, എൻ്റെ ഏജ് കൂടിയോണ്ട് കൺസേൺ ഇത് പെട്ടെന്ന് ക്ലിയർ ചെയ്യണം, അല്ലെങ്കിൽ മറ്റ് ഫാമിലിയിലുള്ള പ്രഷേഴ്സ് കാരണം, അല്ലെങ്കിൽ നമ്മൾ ഫ്രണ്ട്സ് എല്ലാവരും ചെയ്യുന്നുണ്ട്, ഇങ്ങനത്തെ ഫാക്ടേഴ്സിൻ്റെയൊക്കെ ബേസിസിൽ ഡിസിഷൻ എടുക്കാതെ ജസ്റ്റ് തിങ്ക് ഫോർ എ വൈൽ. ജെന്വിൻലി നിങ്ങളെ പ്രിപ്പറേഷൻ ഇപ്പോൾ എവിടെ എത്തിയിട്ടുണ്ട് എന്നുള്ളത്, ഇനി എത്ര ഡേയ്സ് ബാക്കിയുണ്ട് എക്സാമിന്, ഇതെല്ലാം കൺസിഡർ ചെയ്തിട്ട് ഹൗ കംഫർട്ടബിളി യു ക്യാൻ അപ്പിയർ ഫോർ ദി എക്സാംസ്, ഓരോ സബ്ജക്റ്റിൻ്റെ ഇതെല്ലാം കൺസിഡർ ചെയ്തിട്ട് ഡിസൈഡ് ചെയ്യുക സിംഗിൾ ഗ്രൂപ്പ് വേണോ ബോത്ത് ഗ്രൂപ്പ് വേണോ എന്നുള്ള. ഐ വിൽ ബി കമ്മിങ് അപ്പ് വിത്ത് ഫർദർ വീഡിയോസ് വെർ ബൈ നമ്മൾ ഇനിയുള്ള റിമൈനിങ് ഡേയ്സ് എങ്ങനെ എഫക്റ്റീവ്ലി നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും, അതിനുള്ള സ്ട്രാറ്റജീസ് എന്തൊക്കെ, വേറെയും ഒരുപാട് സ്റ്റുഡൻസിൻ്റെ കൺസേൺസ് ഉണ്ട് വിച്ച് വിൽ ബി അഡ്രസ്സിങ് ഇൻ ദി അപ്കമിങ് വീഡിയോസ്. ഐ വിഷ് യു ഓൾ ദ ബെസ്റ്റ്.